ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കേരള ടേസ്റ്റി റെസിപ്പീസ്. ഇന്ന് നമുക്ക് വളരെ സോഫ്റ്റായിട്ട് എങ്ങനെ ഇഡലി തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി 3 കപ്പ് പച്ചരി, 1 കപ്പ് ചോറ്, 3/4 കപ്പ് ഉഴുന്ന് എന്നിവ എടുത്തിട്ടുണ്ട്. പച്ചരിയും ഉഴുന്നും ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചതാണ്. ഇത് നമുക്കിതൊരു മിക്സിയിലേക്ക് എടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കണം. വെള്ളം അധികമാവാൻ പാടില്ല. അരിയുടെ തൊട്ട് മുകളിൽ വെള്ളം നിൽക്കുന്ന രീതിയിൽ വേണം വെള്ളം ചേർത്ത് കൊടുക്കാൻ. നമുക്കൊന്ന് നല്ലവണ്ണം ഒന്ന് അരച്ചെടുക്കാം. ഇനി നമുക്കിതൊരു വലിയ ബൗളിലേക്ക് ഒഴിക്കാം. ഇനി നമുക്കിത് ഓവർനൈറ്റ് പൊങ്ങാൻ വെക്കണം. നന്നായി ഒന്ന് കലക്കിയ ശേഷം വേണം ഇത് പൊങ്ങാൻ വെക്കാൻ. ഇതാണ് നമ്മുടെ മാവിൻ്റെ കൺസിസ്റ്റൻസി. ചുരുങ്ങിയത് ഒരു 8 മണിക്കൂറെങ്കിലും പൊങ്ങാൻ വെക്കണം. ഇപ്പോൾ 8 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്കിനി ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഇഡലി പാത്രം തയ്യാറായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരല്പം ഗീ കൂടി പുരട്ടി കൊടുക്കണം. ശേഷം നമുക്ക് നമ്മുടെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് അടുത്ത തട്ട് കൂടി വെച്ച് കൊടുക്കാം. ഇതിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് അടച്ചു വെച്ച് ഏകദേശം 10 മിനിറ്റോളം ഹൈ ഫ്ലെയിമിൽ സ്റ്റീം ചെയ്തെടുക്കണം. 10 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇനി നമുക്കിത് ആവിപാത്രത്തിൽ നിന്ന് മാറ്റാം. ഇതൊരു വെള്ളത്തിൽ വെച്ച് നമുക്കിത് തണുപ്പിച്ചെടുക്കണം. നല്ലവണ്ണം തണുത്തതിന് ശേഷം വേണം നമുക്കിത് ഇഡലി പാത്രത്തിൽ നിന്ന് മാറ്റിയെടുക്കാൻ. ഇല്ലെങ്കിൽ പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ഇഡലി നല്ലവണ്ണം തണുത്തു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇഡലി പാത്രത്തിൽ നിന്ന് ഓരോന്നായി മാറ്റിയെടുക്കാം. ഇഡലി ഉണ്ടാക്കുമ്പോൾ പറഞ്ഞ അതേ അളവിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലി തന്നെ നമുക്ക് കിട്ടുന്നതാണ്. നമുക്കൊന്ന് നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലി നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കിത് തേങ്ങാ ചട്നിയുടെ കൂടെയും സാമ്പാറിൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്യാവുന്നതാണ്. ഇത് വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. ബ്രേക്ക്ഫാസ്റ്റിൽ ഏറ്റവും നല്ല ഡിഷാണ് ഇഡലി. അതുകൊണ്ട് തന്നെ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ.